കുറെ നാളായിട്ട് ഞാൻ കാണുന്ന സിനിമകളൊക്കെ ഈ സീറ്റ് എഡ്ജിൽ ഇരുന്ന് നമ്മൾ സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, സീറ്റ് എഡ്ജിൽ ഇങ്ങനെ ഇരുന്ന് എന്താ ഇനി ഉണ്ടാവാൻ പോണേ അങ്ങനെ വിചാരിച്ച് കാണുന്ന സിനിമകളാണ്. പക്ഷെ ഇന്നലെ ഞാൻ കണ്ട ഒരു സിനിമ സീറ്റിൽ ചാരിയിരുന്ന് ഭയങ്കര റിലാക്സ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റി. ഈ ഒരു സിനിമയാണ് പ്രേമലു. നസ്ലൻ, മമിത ബൈജു, ശ്യാം മോഹൻ, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ഉള്ള നല്ലൊരു ഫീൽ ഗുഡ് സിനിമ. ഇതാണ് പ്രേമലുവിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നസ്ലൻ കുറച്ച് സപ്ലിയൊക്കെ അടിച്ചെങ്കിലും എൻജിനീയറിംഗ് ഒക്കെ പാസ്സായി. വേറെ വലിയ അംബീഷൻസ് ഒന്നും ഇല്ല പുള്ളിക്ക്. പുള്ളി ഇങ്ങനെ വേറെ ആൾ പറയാനായിട്ട് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ പുള്ളി UK പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിന് UK പോകാൻ പറ്റാതെ ഹൈദരാബാദിലേക്ക് പോകുന്ന നസ്ലൻ അവിടെ വെച്ച് മമിത ബൈജുവിനെ മീറ്റ് ചെയ്യണു. അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ പ്ലോട്ട്. ഒട്ടും നമ്മൾ ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കേണ്ട ഒന്നും ഈ സിനിമയിലില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സിനിമ. ഇതുപോലത്തെ ഒരു സിനിമ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കുറേ നാളായി. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു സിനിമയായിരുന്നു പ്രേമലു. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞു ഈ സിനിമയിൽ ഒരുപാട് ചിരിക്കാനുണ്ടെന്ന്. അപ്പോൾ സിനിമ തുടങ്ങി കുറച്ചായപ്പോൾ എൻ്റെ പുറകിലിരുന്നവരും മുമ്പിലിരുന്നവരും ഒക്കെ എന്തിനൊക്കെയോ ചെറിയ കൗണ്ടറുകൾക്ക് വരെ ഭയങ്കര ഒച്ചത്തി ചിരിക്കണേ കേട്ടു. പക്ഷെ എനിക്ക് ചിരി വന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇതിൽ ചിരിക്കാനുള്ളതെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേനും പിന്നെയാണ് കൗണ്ടറുകൾ വന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇന്റർവെൽ ടൈം വരെ ചിരിച്ച് ഭയങ്കരമായിട്ട് ചിരിച്ചു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു സാധാരണ പോലെ തുടങ്ങിയൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് കുറച്ചായപ്പോഴത്തേനും ഇതിലെ കോമഡി എലമെന്റ്സ് കൂടാൻ തുടങ്ങി. സ്റ്റോറി കുറച്ചുകൂടെ സ്ട്രോങ് ആയി. അതുപോലെ ആക്ടേഴ്സിൻ്റെ ആക്ടിങ് ലെവൽ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ എക്സ്ട്രീമിൽ എത്തേണ്ട രീതിയിലുള്ള സ്റ്റോറി ലൈൻ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ മാത്യുവിൻ്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. നല്ല എന്താ പറയുക, അതൊക്കെ നല്ല കോമഡി സീനുകളായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നമായിരുന്നു. എന്നുവെച്ചാൽ നസ്ലൻ അവിടെ ഒരു പ്രോബ്ലം വരുന്നതെന്നാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. ആ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനും പിന്നെ അത് എങ്ങനെ തീർക്കും, അതെങ്ങനെ സോൾവ് ചെയ്യും, വലിയ പ്രോബ്ലം ഒന്നുമല്ല, വളരെ ചെറിയ പ്രോബ്ലമാണ്, നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഒന്നും ഞാൻ പറഞ്ഞ പോലെ ഇല്ല. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ കുഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് അതിനകത്ത് ഒരുപാട് കോമഡി എലമെന്റ്സും കൊണ്ടുവന്ന് നല്ലൊരു ഹാപ്പി എൻഡിങ്ങിൽ സിനിമ കഴിഞ്ഞു. അതാണ് സെക്കൻഡ് ഹാഫ്. ഗിരീഷ് ഏടിയാണ് സിനിമയുടെ ഡയറക്ടർ. അപ്പം തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ അർച്ചന 31 നോട്ട് ഔട്ട്, ഇതുപോലത്തെ കുറേ പടങ്ങളൊക്കെ എടുത്ത ആളാണ്. അപ്പോൾ ഓൾറെഡി പുള്ളിയുടെ സിനിമകളൊക്കെ ഭയങ്കര എന്താ പറയുക, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, നല്ല ലൈറ്റിൽ, നല്ല കളറിൽ, നല്ല റിലാക്സ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം ഇതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ അവസാനം എത്തുമ്പോൾ ഈ ഡയറക്ടറുടെ പേര് ഭയങ്കര വലുതാക്കി കാണിക്കുമല്ലോ. പക്ഷെ ഗിരീഷ് ഏടി അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. എല്ലാവരുടെ പേരും വന്ന അതേ എന്താ പറയുക സൈസിലും ഫോണ്ടിലുമാണ് ഗിരീഷ് ഏടിയുടെ പേരും വന്നത്. അങ്ങനത്തെ ഒരു പുള്ളിയുടെ എന്താ പറയുക, ഇനി ഇൻ കേസ് ഈ സിനിമയുടെ സിംപ്ലിസിറ്റി പോലെ തന്നെ പുള്ളിയുടെ സിംപ്ലിസിറ്റിയും അങ്ങനെയാണോ എന്നാണ് എൻ്റെ സംശയം. ഭാവന സ്റ്റുഡിയോസ് ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറുമാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മിനിമം ക്വാളിറ്റി പ്രതീക്ഷിച്ചാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്ന. ആ പ്രതീക്ഷ ക്വാളിറ്റി കിട്ടിയ ഒരു സിനിമ തന്നെയാണ് പ്രേമലു. ആക്ടിങ് വൈസിൽ സിനിമയിലുണ്ടായിരുന്ന എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചു. എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ്, ഇപ്പോൾ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയുടെ നട്ടലെന്ന് പറയുന്ന നസ്ലനും മമിത ബൈജുവും, അതുപോലെ നസ്ലൻ്റെ ഫ്രണ്ടായിട്ട് വന്ന അമൽ ഡേവ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളും ഒക്കെയാണ്. അങ്ങനെയാണ് ഞാൻ സാധാരണ റിവ്യൂസിലൊക്കെ കണ്ടത്. പക്ഷെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, അതായത് ആ പുള്ളിയുടെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വന്നത്, ആദ്യം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ശ്യാം മോഹനാണ്. അയാൾക്ക് ആ ക്യാരക്ടർ ചെയ്ത ആൾക്ക് അതിനുള്ള റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പുള്ളിയുടെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറയുക, ആദ്യമായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ പുള്ളി അങ്ങനെ തന്നെയായിരുന്നു. അതായത് നമ്മൾ ഇയാളെക്കൂട്ട് കുറേ ആൾക്കാരുണ്ട്, ഇയാളെക്കൂട്ടല്ല ഈ ക്യാരക്ടറിനെ കൂട്ട് കുറേ ആൾക്കാരുണ്ട്. അതായത് ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ചിട്ട് എൻ്റെ ദൈവമേ പുള്ളി ഒരു ട്രീറ്റൊക്കെ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് ചിരി വരും. കാരണം അങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് കറക്റ്റായിട്ട് പുള്ളപ്പ് ചെയ്യാൻ ശ്യാം മോഹന് പറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്ത് രസമായിരുന്നു പുള്ളിയുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു കൃഷ്ണനൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡാൻസ്. എൻ്റെ ദൈവമേൽ പുള്ളി ഓടണയൊക്കെ കണ്ടിട്ട് അവിടെ തൊട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉള്ളു തുറന്ന് ചിരിക്കാന്ന് പറയില്ലേ, അങ്ങനെ ചിരിച്ചു തുടങ്ങിയത്. ബാക്കി ആരും മോശമെന്നല്ല, എല്ലാവരും അടിപൊളിയാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ശ്യാം മോഹൻ്റെ ആദ്യം വന്ന ക്യാരക്ടറാണ് പ്രേമലുവിലെ ഏറ്റവും ഫേവറേറ്റ്. കാരണം
അത്രയും രസമായിട്ടാണ് ആ ക്യാരക്ടർ ആ സിനിമയിൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ പോയി. പുള്ളി എന്തോ ഒരു സീക്വൻസുകളായിരുന്നു പുള്ളി ചിരിപ്പിക്കണത്, അത് അടിപൊളിയായിരുന്നു. അത് ഇത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിച്ച് തിയേറ്ററിലെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കി ഇല്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഉള്ള അർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സിനിമ കാണാൻ പോകാനല്ല എനിക്കിഷ്ടം. എനിക്കിഷ്ടം റിലാക്സ് ചെയ്ത് എൻ്റെ ഒരു ദിവസം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസം കഴിയുമ്പോൾ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ചിരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോയി അങ്ങനത്തെ ഒരു സിനിമ കാണാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. അപ്പം ഈ ഫ്രണ്ട് പറഞ്ഞതുപോലെ റിലാക്സ് ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ് പ്രേമലു. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ഒന്നും ഇതിൽ നമ്മൾ അയ്യോ ഇനി അടുത്ത എന്താ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നമുക്ക് അതിലുള്ളവർക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും, നമുക്ക് ടെൻഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നസ്ലൻ്റെ ക്യാരക്ടറിന് വെച്ചാൽ ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് ക്യാരക്ടേഴ്സിന് വിഷമം വരുമ്പോൾ നമുക്കും ഓട്ടോമാറ്റിക്കലി വിഷമം വരും. എന്ന് വെച്ചാൽ നമുക്കത് അയ്യോ സിനിമ കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ടാണ് സിനിമ പോയത്. അപ്പം ഇങ്ങനെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പ്രേമലു. എന്ന് വെച്ചാൽ നമുക്ക് റിലാക്സ് ആവാൻ വേണ്ടി ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ഒന്ന് ഹാപ്പി എൻഡിങ്ങിൽ ഒരു ദിവസം തീരാൻ വേണ്ടി നമുക്കൊരു സിനിമ കാണാൻ പോകണമെങ്കിൽ പ്രേമലു ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. മാത്രമല്ല ഇതുപോലത്തെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ട് തന്നെ കുറേ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ ഒന്നെങ്കിൽ ത്രില്ലർ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സിനിമകൾ, ഇതൊന്നും മോശമെന്നല്ല, ഇതൊക്കെ അടിപൊളി തന്നെയാണ്, എല്ലാം അടിപൊളിയാണ്. എല്ലാ ടൈപ്പിലുള്ള സിനിമകളും ഒരു ഇൻഡസ്ട്രിക്ക് വേണമല്ലോ. അപ്പോൾ പ്രേമലു കുറേ നാൾ കൂടി ഒരു എന്താ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഫാലിമിക്ക് ശേഷം കുറച്ചുകൂടെയും ഒരു കോമഡി എലമെൻറ്റ് കൂടുതലുള്ള ഒരു സിനിമയാണ്, അതായത് കളർഫുൾ ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള ഫാമിലിക്ക് കാണാൻ പോകാൻ പറ്റിയ ഒരു സിനിമയാണ് പ്രേമലു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും നല്ലൊരു പടമായിരുന്നു. കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ കണ്ടതിന് ശേഷം കുറച്ച് നമ്മൾ സീറ്റഡ് ഇരുന്ന് കാണുന്ന സിനിമകൾ കണ്ടതിന് ശേഷം ഒന്ന് റിലാക്സായി ചാരി ഇരുന്ന് പോപ്കോണൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് കാണാൻ പറ്റിയൊരു സിനിമയായിരുന്നു പ്രേമലു. പിന്നെ ഇതിൽ ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. നസ്ലൻ, മമിത ബൈജു, പിന്നെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ കോമഡി മിമിക്സും പിന്നെ ഞാനും ആ ചേട്ടനുണ്ട്. പുള്ളിയൊക്കെ നമ്മുടെ 90s കിഡ്സിൻ്റെയൊക്കെ മെയിൻ പരിപാടികളുടെ മെയിൻ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ട്, ഒത്തിരി ഷോർട്സിലില്ല എന്നാലും ഒത്തിരി സീൻസിലില്ല, ഉള്ള സീൻ അടിപൊളിയായിരുന്നു. പിന്നെ അത് തിയേറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിലിരുന്ന് കണ്ടാലും ഫോണിലിരുന്ന് കണ്ടാലും ഒരേപോലെ ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ കോമഡി എലമെൻറ്റ്സ് ഒക്കെ തിയേറ്ററിൽ ഇരുന്ന് തന്നെ കണ്ട് ഗ്രാസ്പ് ചെയ്യണം അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷേ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ കണ്ട ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴും ഫോണിൽ കാണുമ്പോഴും നല്ല വ്യത്യാസം ഉണ്ടല്ലോ. തിയേറ്ററിൽ പോയി തിയേറ്ററിൽ കണ്ട വെച്ചാൽ വലിയൊരു സ്ക്രീൻ, ഒത്തിരി സൗണ്ട്, ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റും ചിരിക്കണം, അപ്പോൾ നമുക്ക് പിന്നെയും ചിരി വരും, അങ്ങനത്തെ കുറേ ഫീലിങ്സ് ഉണ്ടാവും. പക്ഷെ മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ കണ്ടാലും ഈ സിനിമയ്ക്ക് ഒരേ എസെൻസ് തന്നെയാണ്. ചിലപ്പോൾ രണ്ടാമത് കണ്ടാലും നമ്മൾ നേരത്തെ ചിരിച്ച ഒരു കോമഡിക്ക് പിന്നെയും ചിരിച്ചു എന്ന് വരും. അപ്പോൾ അതുപോലത്തെ അങ്ങനത്തെ ഒരു സിനിമയാണ്. നമ്മൾ എവിടെ കണ്ടാലും ഒരേപോലെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ച് എന്ന് അങ്ങനെ പറയാൻ എവിടെ കണ്ടാലും ഒരേപോലെയുള്ള ഒരു നല്ല പടം. അതാണ് എനിക്ക് പ്രേമലുവിനെ പറ്റിയുള്ള ഒപ്പീനിയൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്.